ചേലക്കര മണ്ഡലത്തിലെ തന്നെ അവസാന വോട്ടർ ഒരുപക്ഷെ ജാഫർ ആയിരിക്കും. ജാഫർ ഈ അല്പസമയം മുമ്പ്, അതായത് ഏകദേശം 7:45 ജാഫർ വോട്ട് ചെയ്ത് ഇറങ്ങിയത്. ചേലക്കര മണ്ഡലത്തിൽ വോട്ടിംഗ് അനന്തമായി നീളുകയായിരുന്നു. ആ ഒരു സമയത്ത് തളിയിലെ ഈ 7-ാം നമ്പർ ബൂത്തിലാണ് ഏറ്റവും അധികം വോട്ടർമാരുണ്ടായിരുന്നത്. ജാഫർ അവസാനം വരെ കാത്തു നിന്ന് വോട്ട് ചെയ്യേണ്ടി വന്നു. 6 മണിക്കാണ് അകത്തേക്ക് കയറിയത്. എന്താണ് അത്രയും നേരം? കാരണം ഓൾറെഡി നമ്മളിവിടെ വന്നതാണ്. ആ സമയത്തൊക്കെ റോഡിന്റെ 2 സൈഡിലും ക്യൂ ആയിരുന്നു. ഒരു സൈഡ് മാത്രമല്ല, റോഡിന്റെ 2 സൈഡിലും ക്യൂ ആയിരുന്നു. അത്രയും ജനങ്ങൾ ഞാൻ വരുന്ന സമയത്ത് ഒരു 300 പേരോളം ഇവിടെ ക്യൂവിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് മാറി നിന്നത്. ലാസ്റ്റ് ഗേറ്റ് അടക്കുമ്പോഴാണ് ചാടി കയറിയത്. അപ്പോഴും തിരക്ക് പറഞ്ഞില്ല? ഇല്ല, തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോഴും ഞാൻ ഈ ഗേറ്റിന്റെ ഈ അരികിലാണ് നിന്നത്. എത്ര 169 പേര്? എത്ര 169 പേരുണ്ടായിരുന്നു. 6 മണിക്ക് ശേഷം 169 ടോക്കൺ നമ്മൾക്ക് കൊടുത്തു ഇവിടെ. ഇത് കുറച്ച് പ്രശ്നങ്ങൾ നേരത്തെ തന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞിരുന്ന ബൂത്താണല്ലോ. നമ്മൾ വില്ലേജ് ഓഫീസിലും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് വില്ലേജ് ഓഫീസർ അത് പ്രപ്പോസൽ കൊടുത്തതാണ്. കാരണം 2 ബൂത്ത് 1504 വോട്ടുള്ളത് കൊണ്ട് 2 ബൂത്താക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ട് പ്രപ്പോസൽ കൊടുത്തതാണ്. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം വന്നില്ല. എന്തോ കാരണവശാൽ അത് മുടങ്ങിപ്പോയി. അതുമാത്രമല്ല, നമ്മുടെ ഈ പോളിംഗ് സ്റ്റേഷൻ വളരെ കൺജസ്റ്റഡ് ആണ്. കാരണം ആളുകൾക്ക്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കാരണം ആളുകൾക്ക് നിൽക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല. കറക്റ്റ് ക്യൂ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ആളുകളുടെ ഈ റോഡിന്റെ സൈഡിലാണ് ആളുകൾ നിന്നിരുന്നത്. അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നെക്സ്റ്റ് ഇയർ എങ്കിലും ഈ ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. കാരണം ഈ ഒരുപാട് പേര് മടങ്ങിപ്പോയിട്ടുണ്ട്. ആ സ്കൂളിനകത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ഈ 7-ാം ബൂത്തിനകത്ത് തന്നെ ഗവൺമെന്റ് നഴ്സറി ഉണ്ട്, അതല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങളുണ്ട്. അതിലേക്ക് മാറ്റണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി ആളുകളുടെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യമാണെങ്കിൽ ഇനി മുതൽ ആരും വോട്ട് ചെയ്യില്ല എന്ന് ആളുകൾ പറയുകയും ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയത്. എന്തായാലും ഒരു ഇന്ത്യൻ പൗരന്റെ ഒരു കടമ നിർവഹിച്ചു. തീർച്ചയായും എത്ര വൈകിട്ടാണെങ്കിലും അത് നിർവഹിക്കും. തീർച്ചയായും. എന്തായാലും ജാഫറാണ് അവസാനത്തെ വോട്ടറായി ചേലക്കര മണ്ഡലത്തിൽ വോട്ട് ചെയ്തതെന്ന് നമുക്ക് കരുതാം. കാരണം ഇത്രയും വൈകി ഒരു ബൂത്തിലും ഇപ്പോൾ പോളിംഗ് എന്തായാലും നടന്നിട്ടില്ല. എന്തായാലും ജാഫർ പറഞ്ഞതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ സംഭവം. കാരണം തന്റെ വോട്ടവകാശം അത് വിനിയോഗിക്കുക എന്ന കർത്തവ്യം അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞു. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.